കേരളക്കരയിലുത്തരാഗ്രഭുവി കോലഭൂപനുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു തിരക്കലിൽ ഫലഭൂതിലകമായി മേവിടുന്ന ദേശമായ കടലായിൽ മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവന രക്ഷക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ്തുതി ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളതായിരുന്നു. എല്ലാ വർഷവും ഉത്സവത്തിന് ഇവിടെ വന്ന് അക്ഷരശ്ലോകത്തിൽ പങ്കെടുക്കുന്ന ഓമനീച്ചയാണ് ആ ശ്ലോകം പാരായണം ചെയ്തത്. ഇവിടെ 15 വർഷമായിട്ട് വരുന്ന എനിക്ക് അങ്ങനെ ഒരു ശ്ലോകം ഈ ഭഗവാനെ പറ്റിയുണ്ടെന്ന് അറിയില്ലായിരുന്നു. ചെന്നൈയിൽ അവരെ സന്ദർശിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഞാൻ എത്രയോ വർഷമായിട്ട് ഇവിടെ നിത്യവും പാരായണവും സപ്താഹവും ഒക്കെ നടത്തുന്നതാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു മഹത്തായ ശ്ലോകം ഈ ഭഗവാനെ പറ്റിയുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ചിറക്കൽ നാടിൻ്റെ മഹത്വം അത്രയും വിളിച്ചോതുന്ന ആ ഒരൊറ്റ ശ്ലോകത്തിലൂടെ നമ്മുടെ ഭഗവാന്റെ മഹത്വവും ഈ നാടിൻ്റെ മഹത്വവും എല്ലാം ഓമനേച്ചി പറഞ്ഞു തന്നു. ആരെഴുതിയതാണെന്നറിയില്ല. ഏതെങ്കിലും തമ്പുരാക്കന്മാരോ അല്ലെങ്കിൽ ഭക്തന്മാരോ എഴുതിയതാണെന്നറിയില്ല. പണ്ട് ഇവിടെ ആ ശ്ലോകം തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് അവർ അക്ഷരശ്ലോകത്തിന് വരുമ്പോൾ കണ്ട് പഠിച്ച് മനഃപ്പാഠമാക്കിയതാണ് എന്നാണ് പറഞ്ഞത്. ഈ 84 വയസ്സിലും അവർ അത് മറക്കാതെ ഓർത്തു നിൽക്കുന്നത് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അവരോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് ഞാൻ ഈ ശ്ലോകം പോസ്റ്റ് ചെയ്യുന്നത്. കടലായി ശ്രീകൃഷ്ണൻ്റെ തിരുനടയിൽ ഉള്ള ഒരു ഫോട്ടോ അതോടൊപ്പം വച്ചാൽ നന്നായിരിക്കുമെന്ന് കരുതിയിട്ട് ഇത് വെക്കുകയാണ്. കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇതാ ഇവിടെ വെച്ചാണ് അവർ അക്ഷരശ്ലോക മത്സരത്തിൽ അക്ഷരശ്ലോക മത്സരമല്ല, ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അക്ഷരശ്ലോകമാണ്. ഒറ്റൊരു നാൾ മാത്രം ആദ്യത്തെ ദിവസത്തെ തുള്ളക്കളി തുടങ്ങുന്നതിന് മുൻപായി നടത്തുന്ന അക്ഷരശ്ലോക മത്സരമാണ്. അക്ഷരശ്ലോകമായിരുന്നു അത്. വടേശ്വരം അമ്പലത്തിൻ്റെ ആൾക്കാർ വന്ന് ഇവിടെ നിന്നും പാരായണം ചെയ്യുന്നതായിരുന്നു ആ അക്ഷരശ്ലോകം. ഈ സന്നിധിയിൽ ഇരുന്നു കൊണ്ടായിരുന്നു അവർ ആ അക്ഷരശ്ലോകം പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. വളരെ കാലം അവർ പാരായണം ചെയ്തിരുന്നു. എത്ര വർഷമാണെന്ന് എനിക്കറിയില്ല. എങ്കിലും